ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെന്റ് വൈബായിരുന്നു സാധാരണക്കാളും. സാധാരണ ഇങ്ങനെയുള്ള സിനിമകളെക്കാളും വ്യത്യസ്തമാണ്. വ്യത്യസ്തമായിട്ട് തോന്നി ശരിക്കും. നമ്മൾ ഇനീഷ്യലായിട്ട് പോയൊരു സ്റ്റോറി അല്ല, അവസാനമായപ്പോഴേക്കും സ്റ്റോറിയുടെ പോക്ക് ഡിഫറെന്റ് വഴിയായിരുന്നു. സർജാന അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയായിരുന്നു. ഡെസേർട്ട് സീൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. സർവൈവൽ ത്രില്ലറാണ്. എല്ലാവരും കണ്ടു. നമ്മള് എക്സ്പെക്ട് ചെയ്യാൻ ലാസ്റ്റ് ഇച്ചിരി ഇമോഷണൽ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര എഫേർട്ട് ഇട്ടൊരു മൂവി ആയിട്ട് തോന്നി. മ്യൂസിക്കും നല്ലായിരുന്നു. മ്യൂസിക് ഇങ്ങനെ വന്നത് പോയതൊന്നും അറിഞ്ഞില്ല. ലൈക്ക് ആ ഒരു മൂവിയുടെ ഒപ്പം ഇങ്ങനെ അവരുടെ എഫേർട്സ് അത് നല്ല രസമുണ്ടായിരുന്നു. ഓക്കെയാണ്. ഓക്കെ, എങ്ങനെ അടിപൊളിയായിരുന്നോ? സന്തോഷം. ഫാമിലീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി സിനിമ. അപ്പം ഞാനല്ല കൂടുതൽ പറയുന്നത്. വെരി ഹാപ്പി ദാറ്റ് പടം ഇഷ്ടമായി എന്നുള്ളത് ആൾക്കാർക്ക് കേൾക്കാൻ തോന്നുന്നുണ്ട്. സുയസ് കാണുന്നവരെല്ലാവരും പറ്റുകയാണെങ്കിൽ പോയി സിനിമ ആണ്. ഇത്രയും നല്ലൊരു റെസ്പോൺസ് പ്രതീക്ഷിച്ചോ? ഉറപ്പായിട്ടും നമ്മൾ ചെയ്ത ഹാർഡ് വർക്കിന് അതിൻ്റെ റെസ്പോൺസ് ആഗ്രഹിച്ചിരുന്നു. അത് കിട്ടിയപ്പം കിട്ടുന്നുണ്ട്. വെരി ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ, താങ്ക് യു. ആ സീനൊക്കെ ഭയങ്കരമായിട്ട് പ്രഷർ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് സംഭവിച്ചിരുന്നത്. അപ്പോൾ അത് പ്രഷറിന് കണക്ട് ആയെന്ന് ചിന്തിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് ഇപ്പം പടം കണ്ടിറങ്ങിയത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിയത്. സിനിമ പ്രത്യേകിച്ച് ഫാമിലീസിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി വർക്കാവും. നമ്മൾ എടുത്തിരിക്കുന്ന എഫേർട്ടിനൊക്കെ റിസൾട്ട് ആയിരിക്കുന്നതായിരിക്കും. അനീഷ്ക വരൂ. എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. സർജാനോൻ പെർഫോമൻസ് കണ്ടിട്ടുണ്ടാവും. നല്ല ഗംഭീര പെർഫോമൻസ്. താങ്ക് യു. മാത്രമല്ല നമ്മൾ നല്ലൊരു എഫേർട്ട് ഈ പടത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഡിസേർവ് ചെയ്യുന്നൊരു പടമാണ്. അപ്പം ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു സിനിമ തിയേറ്ററിൽ നിർത്തുക എന്നുള്ളതാണ്. വലിയൊരു ക്രൗഡോ ക്രൂവോ കാസ്റ്റമേഴ്സോ ഇതിലില്ല. തിയേറ്ററിൽ നിന്ന് തന്നെ കാണുന്ന ഒരു സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ പറ്റില്ല. അനീഷ് നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ മേക്കിംഗ്, സൂപ്പർ കഥാപാത്രം. അല്ല, അത് നമുക്ക് 10-15 ദിവസം ഈ സർക്കാരിൻ്റെ കൂടെയും ബാക്കിയുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെയും നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു ആർട്ടിസ്റ്റ് വരാത്തതുകൊണ്ട് മാത്രം ആ സമയത്ത് ചെയ്യുകയാണ്. എനിവേ അത് നന്നായി നടത്തിയതിൽ ഭയങ്കര സന്തോഷം. എല്ലാവരും സിനിമ കാണാത്ത എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണാം. എനിക്ക് എൻ്റെ 6ാമത്തെ സിനിമ. പക്ഷേ ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു വലിയൊരു എഫേർട്ട്, ഒരു പുതിയ ടെറൈനിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ഒമാൻ സ്ഥലത്ത് പ്രശ്നങ്ങളും അതല്ലാത്ത ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് എൻ്റെ പ്രീമിയർ ഷോ ഇവിടെ എടപ്പള്ളി വനികയിൽ നടത്തുന്ന എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര ഇതായിട്ട് പറയാൻ കാരണം ഇന്നലെ JCCയിൽ ഇറങ്ങിയ സമയത്ത് അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടിയിരുന്നു. അപ്പോൾ അത് അവിടുത്തെ ഒരു ടെറൈനിൽ ഷൂട്ട് ചെയ്തുണ്ടാവും. എന്നാലും ഈ സിനിമ ഇനി തിയേറ്ററിൽ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള തീരുമാനം ഇവിടെ ഇപ്പം കണ്ട ഓഡിയൻസിൻ്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ എത്ര കാലം ഒരു 1.5 വർഷത്തിൻ്റെ പുറകിൽ അങ്ങോട്ട് എടുത്തത് പറഞ്ഞ കാര്യമില്ല. അപ്പോൾ തീർച്ചയായും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. ഓക്കെ, താങ്ക് യു.